കാടപ്പക്ഷി വന്യജീവിയാണെന്നും അതിനെ ഫാമുകളിലും വീടുകളിലും വളർത്താനോ കൊല്ലാനോ പാടില്ലെന്ന കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ സംസ്ഥാനത്തെ കാടകർഷകരെ ആശങ്കയിലാക്കുന്നു. സ്വയം തൊഴിൽ പദ്ധതിയിൽ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് പേരാണ് കാടപ്പക്ഷിയെ വളർത്തുന്നത്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ 4-ാം വകുപ്പ് പ്രകാരമാണ് കാടയെ വന്യജീവിയായി കാണിച്ചിട്ടുള്ളത്. വന്യജീവികളെ ഉപദ്രവിക്കാനോ വളർത്താനോ കൊല്ലാനോ പാടില്ല. ഇതാണിപ്പോൾ സംസ്ഥാനത്തെ ആയിരക്കണക്കിന് കാടപ്പക്ഷി കർഷകരെ വെട്ടിലാക്കിയിരിക്കുന്നത്. എടപ്പാളിലെ ഒരു ഫാമിലെ കാടകളെ കൂട്ടത്തോടെ കൊന്ന സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നൽകിയ പരാതിയിലുള്ള മറുപടിയിലാണ് കാട വന്യജീവിയാണെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കിയത്. ജപ്പാനീസ് ക്വ ഇനത്തിൽപ്പെട്ടതാണ് കാടപ്പക്ഷിയെന്നും ഇത് വന്യജീവിയാണെന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നു. ചിലവ് കുറഞ്ഞ കൃഷിരീതിയായതിനാൽ ഏറെ യുവാക്കൾ വീട്ടിലെ മട്ടുപ്പാവിലും മറ്റുമായി കാടഫാം നടത്തിവരുന്നുണ്ട്. നിയമപ്രകാരമാണെങ്കിൽ അവയെ വളർത്താനോ കൊല്ലാനോ പാടില്ല. ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ടതോടെ സംസ്ഥാനത്തെ കാടകർഷകർ ആശങ്കയിലാണ്. ലാഭമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിലും പക്ഷെ അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഭാരമുള്ള ജോലി അല്ലാതെ വീട്ടിൽ തന്നെ ഒരു സ്വയം തൊഴിലായിക്കാണ്ടുള്ളൊരു ഒരു ഉപജീവന മാർഗമായിട്ടാണ് അവർ കാണുന്നത്. സർക്കാർ ഇങ്ങനത്തെ ഇത് വന്നു കഴിഞ്ഞാൽ കുറേ കുടുംബങ്ങൾ ഭയങ്കരമായിട്ട് ഇതിലായിട്ട് വരും. അതാണ് എനിക്ക് പറയാനുള്ളത്. കാടമാംസവും മുട്ടയും മലയാളികൾക്കടക്കം ഏറെ പ്രിയപ്പെട്ടതാണ്. പ്രത്യേക അന്തരീക്ഷത്തിലും ഭക്ഷണത്തിലും വളരുന്ന വളർത്തുകാട കാട്ടുകാടയിൽ നിന്നും ഏറെ വ്യത്യസ്തമാണെന്നും നിയമത്തിലെ അപാകത പരിഹരിച്ച് കർഷകരുടെ ആശങ്ക അകറ്റണമെന്നും സംസ്ഥാന പോൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നമ്മൾ 1000 കോഴിക്ക് അരക്കാട എന്ന് പറയുന്ന ഒരു ഉപമ പഴയ കാലത്തുണ്ടായിരുന്നു. അത് പറയുന്നത് കാട്ടിലുള്ള കാടകളാണ്. ആ കാടകളും ഇതും തമ്മിൽ ഇത് ബ്രോയിലർ കാടകളാണ്. ഇത് തമ്മിലുള്ള അന്തരമുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഗവൺമെൻറ് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടിറങ്ങേണ്ടി വരും. നിയമത്തിൽ കാടപ്പക്ഷികളെ പ്രത്യേകമായി വ്യക്തമാക്കി വനം പരിസ്ഥിതി മന്ത്രാലയം ഉത്തരവ് പുനഃപ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ അത് സംസ്ഥാനത്തെ നിരവധി പേരുടെ ഉപജീവനമാർഗം ഇല്ലാതാക്കും. ശ്യാം കെ വാര്യർ, TV ന്യൂസ്, മലപ്പുറം.